പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു LGS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ദീപക് സന്ധു. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡൽഹൌസി ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹിമാചൽ പ്രദേശ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ എ, ചിറക്കൽ. പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ന്യൂസിലാൻഡ്. സമാധാന നൊബേൽ സമ്മാനിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓസ്ലോ. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ലക്നൗ. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ദ്രാവതി. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ജയ്പൂർ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം? ഉത്തരം ഓപ്ഷൻ എ, കബഡി. അടുത്ത ചോദ്യം, രാജ്യസഭയിലേക്ക് മത്സരിക്കുവാൻ ഒരാൾക്ക് എത്ര വയസ്സ് പൂർത്തിയാകണം? ഉത്തരം ഓപ്ഷൻ സി, 30 വയസ്സ്. അടുത്ത ചോദ്യം, വാസ്തുഹാര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ എ, അരവിന്ദൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ഖുശ്വന്ത് സിംഗ്. ദേശീയ സുരക്ഷാ ദിനം എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി, മാർച്ച് 4. സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുകളഞ്ഞത് ഏത് വർഷത്തിൽ? ഉത്തരം ഓപ്ഷൻ എ, 1978. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്റ്റിക്സ്. 1969 ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1920. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പാട്ടബാക്കി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എത്ര വയസ്സുവരെ അധികാരത്തിൽ തുടരാം? ഉത്തരം ഓപ്ഷൻ സി, 65 വയസ്സുവരെ അധികാരത്തിൽ തുടരാം. ചാലൂക്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, വാതാപി. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വയനാട്. ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ, പോർച്ചുഗീസുകാർ. എണ്ണൂർ തുറമുഖം ഏത് തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി, കോറമാൻഡൽ തീരം. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ഏത് വർഷത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, 1964. മൾബറി കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മോറികൾച്ചർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നർമ്മദ. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ശ്വാസകോശങ്ങൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അയ്യങ്കാളി. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ, കൊല്ലം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2005. യെല്ലോസ്റ്റോൺ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക. സർവരും പഠിക്കുക സർവരും വളരുക എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി സർവശിക്ഷ അഭിയാൻ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേയൊരു ഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി ശുക്രൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി മീററ്റ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1741. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, വിഷത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടോക്സിക്കോളജി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗം അല്ലാത്ത രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജപ്പാൻ. അടുത്ത ചോദ്യം, 15ാം ലോക്സഭയുടെ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മീരാകുമാർ. നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. അടുത്ത ചോദ്യം, പ്രഥമ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സുകുമാർ സെൻ. നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. അടുത്ത ചോദ്യം, 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി എം കെ സാനു. നിലവിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എസ് കെ വസന്തനാണ്. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 6. അടുത്ത ചോദ്യം, ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക. വാട്ട്സ്ആപ്പിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി യാൻ കൂം. ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര്? ഉത്തരം ഓപ്ഷൻ സി കോർബറ്റ് നാഷണൽ പാർക്ക്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അമ്മീറ്റർ. G8 രാജ്യങ്ങളുടെ പട്ടികയിൽ പെടാത്ത രാഷ്ട്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചൈന. ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ ആണ് 5. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതിന്? ഉത്തരം ഓപ്ഷൻ എ ഒഡീഷ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള? ഉത്തരം ഓപ്ഷൻ ഡി പരുത്തി. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതിവിധി? ഉത്തരം ഓപ്ഷൻ ഡി മാൻഡമസ് റിട്ട്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ? ഉത്തരം ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതൊക്കെ സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ അറ്റ്ലാന്റിക് പസഫിക്. 2014 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോപ്പൻഹേഗൻ. 2023 നടന്നത് ടോക്കിയോ ജപ്പാനിലാണ്. 2025 നടക്കാൻ പോകുന്നത് പാരീസിലാണ്. 2026 ഇന്ത്യ വേദിയാകുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി 206. അടുത്ത ചോദ്യം, നിശാന്തത എന്ന രോഗം ഏത് ജീവകത്തിന്റെ അഭാവം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം എ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. സെറികൾച്ചർ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ പട്ടുനൂൽ. കേരളത്തിലെ ഏക നിത്യഹരിത വനം? ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി.
പക്ഷികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ. ഉത്തരം ഓപ്ഷൻ ബി ഓർണിത്തോളജി. വൈദ്യുത ബൾബിൽ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ഉത്തരം ഓപ്ഷൻ ഡി ടങ്സ്റ്റൺ. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യം. ഉത്തരം ഓപ്ഷൻ സി കുരുമുളക്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉത്തരം ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്. ദേശീയ ശാസ്ത്ര ദിനം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഫെബ്രുവരി 28. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ഓപ്ഷൻ ഡി ബാരോമീറ്റർ. അടുത്ത ചോദ്യം, ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം. ഉത്തരം ഓപ്ഷൻ ബി ഫോസ്ഫറസ്. താഴെ പറയുന്നവയിൽ കാന്തിക പദാർത്ഥമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ചെമ്പ്. മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവി. ഉത്തരം ഓപ്ഷൻ ഡി പ്ലാറ്റിപ്പസ്. BCG വാക്സിൻ ഏത് രോഗത്തിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ഷയം. അലുമിനിയത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. ഏത് രാസവസ്തുവിൻ്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബേക്കിംഗ് സോഡ. അടുത്ത ചോദ്യം, ചുവന്ന ചീരയ്ക്ക് ആ നിറം കിട്ടാനുള്ള കാരണം ഏത് വർണ്ണകമാണ്? അത് ഉത്തരം കൊടുത്തിട്ടില്ല, ക്യാൻസൽ ചെയ്ത ചോദ്യമായിരുന്നു. ചുവന്ന ചീരയ്ക്ക് ആ നിറം കിട്ടാനുള്ള കാരണം ആന്തോസയാനിൻ എന്നൊരു വർണ്ണകമാണ്. കാർഡിയോളജി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഹൃദയം. ഇത്രയാണ് ആ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന GK ക്വസ്റ്റ്യൻസ്. താങ്ക് യു.